ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം അതിനുത്തരവാദി എന്നത് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ പ്രധാനിയായ ഉമർ നബി ആണെന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉമർ നബിയാണ് ആ സ്ഫോടനം നടത്തിയത് എന്നത് DNA പരിശോധനകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഉമർ നബിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുകയാണ്. ഉമർ നബി ഈ ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ച ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചാവേർ ആക്രമണത്തെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ഉമർ നബിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തസാക്ഷിത്വത്തോട് ചാവേർ ആക്രമണത്തെ ഉപമിക്കുന്ന ഉമർ നബിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇയാൾ അപ്പോൾ ഒരു ചാവേറാകാൻ സ്വയം തയ്യാറായിരുന്നുവെന്നും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു എന്നതും നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ്. അത് സാധൂകരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചില സുരക്ഷാ വിഷയങ്ങളാൽ അതിൻ്റെ ഓഡിയോ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതല്ല. കാരണം അതിൻ്റെ ഉള്ളടക്കം അത്രമാത്രം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് വിടാത്തത്. പക്ഷേ ഉമർ നബി ഈ തീവ്രവാദത്തെ വലിയ രീതിയിൽ ചാവേർ ആക്രമണത്തെ ഒരാൾ ചാവേറാകുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന ന്യായീകരിച്ച് സംസാരിക്കുന്ന പ്രസംഗ ഭാഗമാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. ചാവേർ ആക്രമണം എന്ന ആശയം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ഉമർ നബി പറയുന്നു. ചാവേർ ആക്രമണം യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനമാണ് എന്നതാണ് ഉമർ നബി ചൂണ്ടിക്കാട്ടുന്നത്. ചാവേർ ആക്രമണം സംബന്ധിച്ച് നിരവധി വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് മരിക്കുമെന്ന് അനുമാനിക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നതാണ് ഉമർ നബി അവകാശപ്പെടുന്നത്. അപ്പോൾ ചാവേറാകുക എന്നാൽ ഒരു രക്തസാക്ഷിയാകുക എന്നതാണ്. നമുക്കറിയാം പലരും രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു പരിവേഷം എന്താണ് എന്നതറിയാം. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമരത്തിലും പല നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ആ രക്തസാക്ഷി പരിവേഷമാണ് ഉമർ നബി ഈ ചാവേർ ആകാൻ അല്ലെങ്കിൽ ചാവേറുകൾക്ക് നൽകുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഉമർ നബി എന്ന ഭീകരൻ അയാൾ എപ്പോഴും എക്സ്ട്രീമായി നിലപാടുകൾ സ്വീകരിക്കുകയും അത് ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, ഭീകരനാണ് എന്ന വിവരം കൂടി അന്വേഷണ സംഘം പുറത്തു വരുന്നുണ്ട്. ഭീകരാക്രമണ പദ്ധതിയെ ചൊല്ലി ഈ ഭീകരർക്കിടയിൽ തന്നെ ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. ഈ ആക്രമണം എപ്പോൾ എവിടെ എങ്ങനെ നടത്തണം എന്ന കാര്യത്തിലാണ് വലിയ തർക്കം ഈ ഭീകരർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യ സൂത്രധാരനായ മുസാമിലും ഉമറും തമ്മിൽ ഇക്കാര്യങ്ങളിൽ വലിയ തർക്കം ഉടലെടുത്തിരുന്നു. ആയുധങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ തയ്യാറാക്കാൻ ഉമർ ആവർത്തിച്ച് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാത്രവുമല്ല ഇത് സെപ്റ്റംബർ എന്നത് ഒരു ലക്ഷ്യമായി കാണണം എന്ന നിർദ്ദേശം ഉമർ ആവർത്തിച്ച് മുന്നോട്ട് വെച്ചിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കണം, അതും കൂടുതൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കണം എന്നതുമൊക്കെയായിരുന്നു ഉമറിന്റെ പിടിവാശികൾ. അപ്പോൾ ആ കാര്യങ്ങളെ ചൊല്ലി ഉമറും മുസാമിലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തിരുന്നു. അത് പ്രത്യയശാസ്ത്രപരമായ ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും ഒപ്പം തന്നെ ഈ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കകളും ഒക്കെ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഉമറിന്റെ അസ്ഥിരമായ സ്വഭാവത്തെക്കുറിച്ച് മുസാമിലിന് വലിയ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമറിന്റെ ഈ പദ്ധതികളെ മുസാമിൽ എതിർത്തിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് ഈ മൊഡ്യൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇവർക്കിടയിൽ ഭിന്നതയായി വളർന്നിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇവർ ആവിഷ്കരിച്ച പദ്ധതികൾ പലതും നടപ്പിലാകാതെ പോയത് നമ്മൾക്ക് ഇതിനോടകം തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള കാരണങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ഭിന്നതകൾ കൂടി ഒരു പ്രധാന കാരണമായിരുന്നു എന്നതിൻ്റെ വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിൽ കുറച്ച് എക്സ്ട്രീം നിലപാട് സ്വീകരിക്കുകയും കൂടുതൽ ശക്തമായ പ്രഹരം നൽകുകയും ആ രീതിയിൽ ആക്രമണം നടത്തുകയും ഒക്കെ വേണം എന്നതാണ് ഉമർ നബി ആഗ്രഹിച്ചിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഉമർ നബി ഒരു ഷൂ ബോംബർ എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. അത് ഇപ്പോൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമുള്ള സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഉമർ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച കാറിൽ നിന്ന് കണ്ടെത്തിയ ഷൂവാണ് ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. വാഹനത്തിന്റെ വലതുവശത്തെ
മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഷൂ കണ്ടെത്തുന്നത്. അതിലുള്ള ലോഹം പോലെയുള്ള വസ്തു ആണ് ഈ സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. ഉമർ നബി ഒരു ഷൂ ബോംബർ ആണോ എന്നുള്ള സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തുവാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. അതിതീവ്ര സ്ഫോടന ശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന് വിളിക്കുന്ന TATP ട്രയാസിറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന സ്ഫോടക വസ്തുവിന്റെ അംശം ഈ കാറിനുള്ളിൽ നിന്നും ടയറിൽ നിന്നും ഷൂവിൽ നിന്നുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. ഇത് സ്ഫോടനം നടത്താനായി ഉമർ തന്റെ പാദരക്ഷയിൽ ഈ സ്ഫോടനം നടത്താനുള്ള ഉപകരണം ഒളിപ്പിച്ചിരിക്കാമെന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചിരിക്കുന്നത്. ഒരു വലിയ ഭീകരാക്രമണത്തിനായി ജയ്ഷെ ഭീകരർ വലിയ അളവിൽ TATP സംഭരിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിൽ TATPയും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാറിന്റെ പിൻസീറ്റിനടിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അവിടെയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനകൾ നൽകുന്നതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2001 ഡിസംബറിൽ റിച്ചാർഡ് റീഡ് നടത്തിയ ചാവേർ ബോംബാക്രമണ ശ്രമവുമായി ഈ സംഭവത്തിന് സാമ്യമുണ്ട് എന്നതാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പാരീസിൽ നിന്ന് മയാമിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് ഷൂവിൽ ഒളിപ്പിച്ച TATP പൊട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ബോംബറാണ് ഷൂ ബോംബർ എന്ന പേരിൽ അറിയപ്പെടുന്ന റിച്ചാർഡ് റീഡ്. അപ്പോൾ റിച്ചാർഡ് റീഡിന്റെ ആ പരാജയപ്പെട്ട പദ്ധതിയാണ് ഉമർ നബി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഷൂ ബോംബറാണ് ഉമർ നബി എന്നതിന്റെ തെളിവുകളും സൂചനകളുമാണ് അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിലെ സ്ഫോടക വസ്തുക്കളുടെ രീതിക്കും സ്ഥാനത്തിനും റീഡിന്റെ രീതിയോട് വലിയ സാമ്യമുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചെങ്കോട്ട സ്ഫോടനം നടത്താൻ ഉമറും സമാനമായ രീതി സ്വീകരിച്ചു എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തുന്നത്. ചെങ്കോട്ടയിലെ ആക്രമണത്തിന് തീവ്രവാദികൾ ഉപയോഗിച്ച രീതി മനസ്സിലാക്കാനുള്ള ശ്രമം കൂടുതലായും അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് തകർക്കപ്പെട്ട ജയ്ഷെ ഭീകര സംഘം D6 എന്ന രഹസ്യനാമത്തിൽ പല നഗരങ്ങളിലും ഇരട്ട ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഡിസംബർ 6 കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഫോടനത്തിന്റെ പദ്ധതിയായിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികത്തിൽ ആ രീതിയിൽ വലിയ പ്രഹരം നടത്തുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ആ പ്ലാൻ നടന്നില്ല. അപ്പോഴാണ് പ്ലാൻ B ഉമർ നബി നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉമർ നബി എന്ന ഭീകരനുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന വനിതാ ഡോക്ടർ ഷഹീൻ ഇവരുടെ സംഘത്തിന് പണം എത്തിച്ചിരുന്ന പ്രധാനിയാണ്. അവരായിരുന്നു പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന കാര്യം ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ അവർ ഈ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം. അപ്പോൾ വലിയ ആക്രമണ പദ്ധതികൾക്കായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ഉമർ നബി അങ്ങേയറ്റം ക്രിമിനലായിരുന്നു. ഭീകരൻ എന്നതിൽ ഭീകരരിൽ തന്നെ ഏറ്റവും കനത്ത ആഘാതം നൽകുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ അംഗമായിരുന്നു ഉമർ നബി എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ ആക്രമണങ്ങളെ ചെറുക്കാനായി എന്നതാണ് ആശ്വാസം. അപ്പോഴും ഡൽഹിയിൽ മരിച്ച 13 പേരുടെ ജീവൻ നമുക്ക് മുന്നിലുണ്ട്. മാത്രവുമല്ല രാജ്യത്തെ ആശങ്കയിലാക്കിയ രാജ്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട ഭീകരർ അവർ ഒരു പരിധിവരെ അതിൽ വിജയിച്ചിരിക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം. ഏത് പാതാളത്തിൽ ഒളിച്ചാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം നൽകിയത്. പ്രധാനമന്ത്രിയും അക്കാര്യം തന്നെ സൂചിപ്പിക്കപ്പെട്ടു. ഈ ഭീകര സംഘത്തെ വേരോറെ പിഴുതെറിയാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം.